ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എമ്പുരാന്റെ പുതിയ പതിപ്പ് ഇറക്കുന്നത് 17 വെട്ടല്ല 24 വെട്ടിന് ശേഷമാണ്. റീ എഡിറ്റഡ് സെൻസർ രേഖ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ അടക്കം വെട്ടി. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽദേവ് എന്നാക്കി. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അതെനിക്കിഷ്ടമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 17 ഇടത്ത് വെട്ടായിരുന്നു മ്യൂട്ട് അടക്കമെങ്കിൽ ഇപ്പോൾ അത് 24 ഇടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങളുടെ രംഗങ്ങൾ കാണിക്കുന്ന സീനുണ്ട്, അത് മാറ്റിയിരിക്കുന്നു. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഒരു രംഗത്ത് NIA കുറിച്ചുള്ള പരാമർശമുണ്ട്. NIA പരാമർശം മ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ ബജ്രംഗിയാണ്. ബജ്രംഗി പിന്നീട് അത് ബൽരാജ് പിന്നീട് ബജ്രംഗിയായി മാറുകയാണ്. ഈ ബൽരാജ് എന്നുള്ളത് മാറ്റി അത് ബൽദേവ് ആക്കി മാറ്റുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്.